പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ പ്രതികളായ നേതാക്കൾക്കെതിരായ നടപടി സർക്കാർ വേഗത്തിലാക്കി. നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി തുടങ്ങി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെ കരുനാഗപ്പള്ളിയിലെ വീടും സ്ഥലവും കണ്ടുകെട്ടി. വിവരങ്ങളുമായ ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും കേട്ട ഒരു സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. കാരണം ഹൈക്കോടതി കർശനമായിട്ടുള്ള സർക്കാരിനെതിരെ കർശനമായ രംഗത്ത് വരികയും ചെയ്തു. സ്വത്തുക്കൾ കണ്ടുകിട്ടാൻ എന്താണ് ഇത്ര കാലതാമസം എന്നൊക്കെ. ഇപ്പോഴിതാ സ്ഥലവും വീടും ഒക്കെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജി, ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിൽ NIA നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്തൊരു മിന്നൽ ഹർത്താൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വ്യാപകമായ അക്രമങ്ങളാണ് ഉണ്ടായത്. ഈ അക്രമത്തിൽ ഏതാണ്ട് 5 കോടി രൂപയുടെ പൊതുമുതൽ നഷ്ടമുണ്ടെന്നാണ് സർക്കാർ കണക്കാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ പൈസ അടച്ചില്ലെങ്കിൽ അത് ഈ പോപ്പുലർ ഫ്രണ്ട് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കാനായി സർക്കാരിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഈ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത് വൈകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ കോടതി കടുത്ത ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത്. 23-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് ജില്ല തിരിച്ച് ഈ കണ്ടുകെട്ടിയ സ്വത്തിന്റെ കണക്ക് വിശദമായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ നൽകണമെന്നൊരു അന്ത്യശാസനം ഹൈക്കോടതി നൽകിയിരുന്നു. ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഈ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിൽ പ്രതികളായ എല്ലാവരുടെയും സ്വത്ത് കണ്ടുകെട്ടി റിപ്പോർട്ട് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് ഇതുവരെ 30 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും പ്രവർത്തകരുടെയും സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇവരുടെ വീട്, സ്ഥലം ഉൾപ്പെടെയുള്ളവ ജപ്തി ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. വയനാട്ടിൽ 14, തൃശ്ശൂരിൽ 5, കാസർഗോഡ് 4, തിരുവനന്തപുരം 5 എന്നതാണ്. കരുനാഗപ്പള്ളിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയവരുടെയും ഈ ഹർത്താലിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട കേസുകളിൽ പ്രതികളായിട്ടുള്ള എല്ലാവർക്കുമെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ 30 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറിന്റെ വീടും ഉൾപ്പെടുന്നു. തൃശ്ശൂരിൽ അതുപോലെ തന്നെ 5 പേർക്കെതിരെ, വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ പേർക്കെതിരെ നടപടി അല്ലെങ്കിൽ ജപ്തി ചെയ്തിട്ടുള്ളത് 14 പേര്. തിരുവനന്തപുരത്ത് 5 പേരുടെയും സ്വത്തുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ നടപടികൾ നാളെയും തുടരും. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഈ നടപടികൾ പൂർത്തിയാക്കി ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് വേണമെന്നാണ് ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് 23-ന് ഹൈക്കോടതി വീണ്ടും ഈ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നുണ്ട്. അന്ന് ഓരോ ജില്ലയിലും എത്രത്തോളം നടപടി സ്വീകരിച്ചു എന്നുള്ള വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. ആ റിപ്പോർട്ട് അത് സമർപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നടപടികൾ കൂടുതൽ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അജി. ശരി ആന്റണി, മറ്റു വാർത്തകളിലേക്ക്.